നമ്മുടെ പഞ്ചായത്തിന്റെ വിശേഷങ്ങൾ. ഇനി അടുത്തത് ആരാ? അടുത്ത ടീം ഗ്രൂപ്പ് സോങ് ആണോ? ഗ്രൂപ്പ് സോങ്, അറബിക് ഗ്രൂപ്പ് സോങ്. ഓക്കെ, വായോ. നമുക്ക് ആദ്യമായിട്ടല്ലേ അറബിക് ഗ്രൂപ്പ് സോങ് വരുന്നത്? ഗ്രൂപ്പ് സോങ് ആദ്യമായിട്ട്. അതെ, അറബിക് ഗാനം ഇന്നലെ ഉണ്ടായിരുന്നു. അതെ അതെ. ഏതാ ജില്ല? തൃശ്ശൂര്. തൃശ്ശൂർ തന്നെ. കപ്പ് കൊടുക്കുന്നില്ല. അനക്കുന്നില്ല. അപ്പൊ നമുക്ക് മെല്ലെ തുടങ്ങിയാലോ അല്ലേ? ഓക്കെ. لا تحزن يا عزة سوف ننتصر بالعزة سلام على أهل فلسطين الشبال سيعودوا هدوء حقا في أرض الأقصى سلام على أهل فلسطين الشبال سيعودوا هدوء حقا في أرض الأقصى يا إخوان فلسطين 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 نرجوكم نصر العزة والشيمان ستقلق جيوش الصهيونية هيرا القدس لنا والأقصى لنا والله بلونه معنا ويهمينا جمع الأعداء لن تهزمنا يا ابناء فلسطين فرحتنا العليا تحرير القدس من صهيون نتمنى عاشات فلسطين هرا جليا عزاليا الباهورية عزيزة أبدا أبدا അടിപൊളിയല്ലേ? അർത്ഥവത്തായ വരികൾ. അതെ, ഇതിനകത്ത് ഹൈ പിച്ച്, ലോ പിച്ച്, അതെല്ലാം കൂടെ വന്നപ്പോ ഞാൻ നോക്കുമായിരുന്നു ആരൊക്കെ അത് പാടുന്നത്. ഇവിടുന്ന് ഒരാള്, ഇവിടുന്ന് ഒരാളും കൂടെ. ഇനിയേ ഇതിന്റെ തീം ഒന്ന് പറയാമോ? അപ്പൊ അതെ, ഏകദേശം ഒരു സാധനം പിടികിട്ടെ എന്താണെന്ന്. അതെ. അപ്പം പേര് ചോദിച്ച് അവിടുന്ന് അങ്ങനെ വന്നോട്ടെ. എന്റെ പേര് ദിയ. മലിഹ മുംതാസ്. ഐഷ. ഹിസ്ബ. ഫൈസ. ഇസ്സ. മദിഹ. ഇനിയോ ഏതൊക്കെ ഇനങ്ങളുണ്ട്? ഈ തലക്കെട്ട് അതൊരു കഷ്ടമാണോ ഇതിന്റെ ഭാഗമായിട്ട്? അങ്ങനെ അവർക്ക് ഐക്യദാർഢ്യം. അപ്പം ഇനിയും മറ്റിനങ്ങളൊന്നുമില്ല, ഈ ഒരു ഇനം തന്നെ. ഇനിയുണ്ടോ? ഇനി ഏതാ ഉള്ളത് ബാക്കി? ഉറുദു ഗ്രൂപ്പ് സോങ് ഉണ്ട്. വേറെ ഏതൊക്കെ സിംഗിൾ ഇനങ്ങളുണ്ടോ? അറബി പദ്യം ചൊല്ലൽ. കഴിഞ്ഞോ? അത് ഇല്ല, നാളെയാണ്. ഇന്നലെ കഴിഞ്ഞു. എ ഗ്രേഡ്. ഇനി നാളെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ റിസൾട്ട് വന്നോ? എ ഗ്രേഡ്. സന്തോഷല്ലേ? അപ്പം തൃശ്ശൂരിന് ആവശ്യത്തിന് എ ഗ്രേഡ് ആയിട്ടുണ്ട്. തൃശ്ശൂര് കപ്പ് കൊടുക്കുന്നില്ലെന്നും പറയുന്നു. കൊടുക്കുന്നില്ലല്ലേ? എന്തായാലും കൊടുക്കത്തില്ലേ? ചുമ്മാ ആരെങ്കിലും വന്നൊന്ന് ചോദിച്ചാൽ കൊടുക്കും? വേണ്ട, അതും വേണ്ട. ശരി, തൃശ്ശൂര് ഇവിടുന്ന് കപ്പ് കൊണ്ടുപോകണമെന്നുണ്ടോ? തൃശ്ശൂർ തന്നെ കിട്ടണം. ഉറപ്പാ? ഉറപ്പ്. ആവശ്യമാണ്. അപ്പം അടിപൊളി. കലോത്സവം മൊത്തം കണ്ടിട്ട് പോവാ അല്ലേ? 18-ന് കപ്പ് വാങ്ങിയിട്ടല്ലേ പോകത്തുള്ളത്? ശരി, ഓക്കെ. അപ്പം കേരള സാൻഡൽ സോപ്പ് ഉണ്ട്. പാസ് ചെയ്തോളൂ. പെർഫോം ചെയ്ത എല്ലാവർക്കും കേരള സാൻഡൽ സോപ്പും കൂടെ നമ്മുടെ വേദിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഓക്കെ. അപ്പം അതാണ് വിശേഷങ്ങൾ. തൃശ്ശൂർക്കാരുടെ വിശേഷം. തൃശ്ശൂർ കപ്പ് കൊടുക്കുന്നില്ല. ഒരു പലസ്തീൻ ടീമുമായിട്ട്. ഇനിയിപ്പോ ഏതെങ്കിലും ഇനങ്ങൾ കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കാണാൻ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. കാണണോ? എല്ലാം കാണണം തന്നെ. ഏതെങ്കിലും ഒരു ഇനം എന്തായാലും കാണണം. ഇത്തവണ എന്തായാലും കണ്ടിരിക്കണം ആ ഇനം. ഒപ്പന കണ്ടുന്നുണ്ട്. കണ്ടില്ല? ഇല്ല, കണ്ടില്ല. ഇനിയുണ്ടോ? ഒപ്പന കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല തോന്നണം, അറിയില്ല.
ഇതിന്റെ തിരക്കിലായി പോയല്ലേ? അതെ. എന്തായാലും ആ ഇനങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ പോവാം. ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളിലൂടെ വരുമ്പോഴേ ഇന്നലെ ഇല്ലാത്തൊരു ഈ അറബിക് ഗ്രൂപ്പ് സോങ് ആയിരുന്നു. ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. അറബിക് ഗാനം, അറബനമുട്ട്, ദഫ്മുട്ട് എല്ലാം ഉണ്ടായിരുന്നു. അറബിക് ഗ്രൂപ്പ് സോങ് ഇന്നിപ്പോ ആയി. ഇനി ഇത് കഴിഞ്ഞിട്ട് ഉറുദു പദ്യഞ്ചൊല്ലില്ലേ, അതെന്നാ അവസാന ദിവസം ഗ്രൂപ്പ് സോങ്. ആ ഗ്രൂപ്പ് സോങ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണേ, ഞങ്ങൾക്ക് അതും കൂടെ കേൾക്കാനാണ്. അതെ. അപ്പൊ താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി അടുത്തത് നാടോടി നൃത്തം. മ്യൂസിക് റെഡിയാണോ? മ്യൂസിക് റെഡിയാണ്. എന്തായാലും മോളെ ഏതാ ജില്ല? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. അടുത്ത തൃശ്ശൂർക്കാരി. തൃശ്ശൂർ കപ്പ് കൊടുക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല കൊടുക്കണില്ല. ഇപ്പം പുറത്തോട്ട് കൊടുക്കുന്നില്ല. അപ്പം എത്രാം ക്ലാസ്സിലാ? ഞാൻ +2ലാണ്. അവസാനത്തെ സംസ്ഥാന കലോത്സവം. ഇനി അടുത്ത വർഷം യൂണിവേഴ്സിറ്റി കലോത്സവമേ ഉള്ളൂ. അതെ. അപ്പൊ നമുക്ക് മ്യൂസിക് റെഡി. എന്നും മനസ്സാകട്ടെ ലഹരി, സ്നേഹബന്ധമാകട്ടെ സിരകളിൽ, മധുരമേകേണ്ട ഈ കൈകളിൽ ഇനിയും ലഹരി നൽകി ഗതി മാറ്റിടല്ലേ. പിഞ്ചിള മനസ്സിൽ താളമായി സ്നേഹമായി കാക്കാം മക്കളെ തലമുറയായി, പുതുതലമുറയായി കാക്കാം മക്കളെ തലമുറയായി, പുതുതലമുറയായി. അടിപൊളിയല്ലേ? ഇതിന്റെ തീം ലഹരിയാണ്. ലഹരിക്കെതിരെ ഒരു മെസ്സേജാണ് നമ്മൾ കൊടുത്ത് എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാരാണ് ഈ ചിട്ടപ്പെടുത്തിയത്? ഇത് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്ന ജിജേഷ് ബാലനാണ്. പഠിപ്പിച്ചേക്കുന്ന എന്റെ ടീച്ചർ ശില്പ ടീച്ചർ. ടീച്ചർ ഒന്ന് വന്നേ. ടീച്ചർ എത്ര നാളുണ്ട് ഇത് പഠിപ്പിച്ചെടുത്തത്? ഇതിപ്പോ ജൂൺ മാസം തൊട്ടാണ് ഇതിന്റെ പ്രാക്ടീസ് തുടങ്ങിയത്. ഇപ്പൊ ആള് അഞ്ചാമത്തെ വയസ്സ് തൊട്ട് പഠിക്കുന്നുണ്ട്. 3ാം ക്ലാസ് തൊട്ട് കലോത്സവത്തിന് പങ്കെടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റുഡന്റ്? അടിപൊളിയാണ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. സ്കൂൾ ഏതാ? ശ്രീ ദുർഗ നൃത്ത വിദ്യാലയം, തൃശ്ശൂർ. വേറെ ഏതെങ്കിലും ഇനങ്ങളുണ്ടോ? ജില്ലയിൽ പങ്കെടുത്തിരുന്നു. കുച്ചിപ്പുടിയൊക്കെ കളിച്ചിരുന്നു. അപ്പം ഈ നാടോടി നൃത്തം കഴിഞ്ഞു, റിസൾട്ട് വന്നു, എ ഗ്രേഡ്. ഇനി വേറെ ഇനങ്ങളില്ല. ഇനി മറ്റു മത്സരങ്ങൾ കണ്ടിട്ട് പോകണം അല്ലെ? വീട് എവിടാ? തൃശ്ശൂർ എവിടാ വീട്? വടക്കാഞ്ചേരിയാണ്. അപ്പൊ എന്തായാലും അവസാന ദിവസമല്ലേ പോകത്തുള്ളൂ. കപ്പ് വാങ്ങുന്ന കണ്ടിട്ടല്ലേ? അതിന്റെ കൂടെ ആ ടീമിന്റെ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾക്ക് കൊണ്ടുപോകും. അതിനുശേഷം പ്ലാൻ എന്താണ്? ഉപേക്ഷിക്കാനായിട്ട് പ്ലാൻ ഇല്ല. കണ്ടിന്യൂ ചെയ്യണം, പഠിക്കണം, ഇനിയും പഠിക്കണം. 5ാം വയസ്സ് തൊട്ട് തുടങ്ങിയ ഒരു കലാകാരിയാണ് കുഞ്ഞിലെ, ഇല്ലേ? പാഷനേറ്റ്. അതെ, രക്തത്തിൽ കലർന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെ. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ കേരള സാൻഡൽസ്. അപ്പം താങ്ക് യു. അപ്പൊ ഇനി രേണുക, നമ്മളെ ഇന്നലെ വിട്ടുപോയ കാര്യമുണ്ട്. കുറെ ഇനങ്ങൾ വന്നു. 249 ഇനങ്ങളിൽ അത്യാവശ്യം ഭൂരിഭാഗം ഇനങ്ങളും ഇങ്ങോട്ട് വന്നു. ഗോത്രകലകളൊന്നും വന്നില്ല, ഒന്നും വന്നില്ല. അതിന്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ വിഷമം അങ്ങ് തീരുവാ. മക്കളെ വാ. മംഗലം കളി അല്ലേ? ഏതാണ് സ്കൂൾ? ഏതാ? എവിടെ ജില്ല? അമ്മേ, എല്ലാരും തൃശ്ശൂർക്കാര് കുറെ പേരുണ്ട്. കപ്പ് കൊടുക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല, കൊടുക്കുന്നില്ല. ഈ എനർജി ഉണ്ടെങ്കിലും ഓക്കെ. അപ്പം നമുക്ക് തുടങ്ങിയാലോ? എന്നിട്ട് നമുക്ക് പരിചയപ്പെടാം. ആരാ പാടുന്ന ഇതില്? ബാബാ ഇങ്ങോട്ട് പോയി. ഇച്ചിരിയും കൂടെ ഒന്ന് റൗണ്ട് നമുക്ക് കുറച്ചും കൂടെ വികസിപ്പിക്കാം. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് നിന്നോ, ബാക്കിലോട്ട് ഇറങ്ങി നിൽക്കോ. ഓക്കെ ആണോ ക്യാമറ? ഓക്കെ ആണോ? തുടങ്ങാം. പാട്ട് പാടുന്ന ആളെ ഓക്കെ ആണോ? ഓക്കെ, തുടങ്ങാം. ഓക്കെ. നമസ്കാരം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അധിവസിക്കുന്ന മാവില മലവേട്ടുവ തദ്ദേശീയ ജനതയുടെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന പാരമ്പര്യ കലാരൂപമാണ് മംഗലം കളി അഥവാ മംഗലം കളി.
ആ എള്ളുള്ളേരി എള്ളുള്ളേരി മാണിനങ്കര ആ എള്ളുള്ളേരി എള്ളുള്ളേരി മാണിനങ്കര എള്ളുള്ളേരി എള്ളുള്ളേരി മാണിനങ്കര ആ എള്ളുള്ളേരി എള്ളുള്ളേരി മാണിനങ്കര മാണിനങ്കര തങ്കാട്ടി മധുമലാതുണ്ട് ആ മാണിനങ്കര തങ്കാട്ടി മധുമലാതുണ്ട് മാണിനങ്കര തങ്കാട്ടി മധുമലാതുണ്ട് ആ മാണിനങ്കര തങ്കാട്ടി മധുമലാതുണ്ട് എണ്ണയ മഞ്ചള കൊണ്ട് പരോട്ടുക മാണിനങ്കർക്ക് ആ എണ്ണയ മഞ്ചള കൊണ്ട് പരോട്ടുക മാണിനങ്കർക്ക് എണ്ണയ മഞ്ചള കൊണ്ട് പരോട്ടുക മാണിനങ്കർക്ക് ആ എണ്ണയ മഞ്ചള കൊണ്ട് പരോട്ടുക മാണിനങ്കർക്ക് ബീരാജിത്ത പേട്ടിട്ടുണ്ടുക മാണിനങ്കര ആ കാസർഗോഡ് പേട്ടിട്ടുണ്ടുക മാണിനങ്കര ബീരാജിത്ത പേട്ടിട്ടുണ്ടുക മാണിനങ്കര ആ കാസർഗോഡ് പേട്ടിട്ടുണ്ടുക മാണിനങ്കര കുള്ളത്ത് നലിപ്പോട്ടോ മാണിനങ്കര ആ കുള്ളത്ത് നലിപ്പോട്ടോ മാണിനങ്കര കുള്ളത്ത് നലിപ്പോട്ടോ മാണിനങ്കര ആ കുള്ളത്ത് നലിപ്പോട്ടോ മാണിനങ്കര മുട്ടുകുത്തി നലിപ്പോട്ടോ മാണിനങ്കര ആ മുട്ടുകുത്തി നലിപ്പോട്ടോ മാണിനങ്കര മുട്ടുകുത്തി നലിപ്പോട്ടോ മാണിനങ്കര ആ മുട്ടുകുത്തി നലിപ്പോട്ടോ മാണിനങ്കര സറബറ പുളിയോട്ടുക മാണിനങ്കര ആ സറബറ പുളിയോട്ടുക മാണിനങ്കര സറബറ പുളിയോട്ടുക മാണിനങ്കര ആ സറബറ പുളിയോട്ടുക മാണിനങ്കര എള്ളുള്ളേരി എള്ളുള്ളേരി മാണിനങ്കര ആ എള്ളുള്ളേരി എള്ളുള്ളേരി മാണിനങ്കര എള്ളുള്ളേരി എള്ളുള്ളേരി മാണിനങ്കര ആ എള്ളുള്ളേരി എള്ളുള്ളേരി മാണിനങ്കര ഗംഭീരം. അടിപൊളി, ഗംഭീരം ഗംഭീരം. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മംഗലങ്ങളി എങ്ങനെയുണ്ട്? അപ്പോഴേ അതെ നമുക്കേ അതെ. ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ guest. ഇടയിലോട്ട്, നമ്മുടെ ഗസ്റ്റായിട്ട് നമ്മുടെ പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA. അതെ നമസ്കാരം. 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 എങ്ങനെയുണ്ട് സാറേ നമ്മുടെ പിള്ളേരുടെ പരിപാടി? അടിപൊളി അല്ലേ? അത് നിങ്ങളുടെ ഭാഷ പൊളി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അടി വേണ്ട, പൊളി മാത്രം. MLA അവരെ തൃശ്ശൂർ ഇത്തവണ കപ്പ് കൊടുക്കുന്നില്ലെന്ന് അവര് പറയുന്നത്. തൃശ്ശൂർ ഇപ്രാവശ്യം ചെറിയ പക്ഷെ കോട്ടയം കൊണ്ടുവന്നതായിരുന്നു. ആ അന്ന് ബെറ്റ് വെച്ചാലോ? വേണ്ട വേണ്ട, പിള്ളേര് സ്ട്രോങ്, ഡബിൾ സ്ട്രോങ്. അവരുമായിട്ട് ജെൻസി ആയിട്ട് തർക്കിക്കാൻ ഞാനില്ല. നിങ്ങൾ തന്നെ ജയിക്കും. അതെ, കൈയടിച്ച്. അപ്പം നമ്മുടെ MLA ആണ് അവർക്ക് കേരള സാൻഡൽ സോപ്പ് പിള്ളേർക്കൊന്ന് കൊടുക്കുന്നത്. എങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നായിട്ട് കൊടുക്കണം. എന്തായാലും MLA വന്നപ്പോ പിള്ളേരും ഭയങ്കര ഡബിൾ ഹാപ്പി ആയി. തൃശ്ശൂർ ജയിക്കുമെന്ന് പറഞ്ഞാൽ പ്രത്യേക ഹാപ്പി. അതെ, കോട്ടയം ഞാൻ കപ്പെടുത്തു. സ്വർണ്ണക്കപ്പ് ഇപ്രാവശ്യം പുതുപ്പള്ളിക്ക് പോകുന്നതായിരിക്കും. ഇനി ആരാ ഉള്ളത്? എല്ലാവർക്കും ആയോ? MLA ഒന്ന് നേരെ നിൽക്കാമോ? നമുക്കൊരു ഫോട്ടോ എടുക്കാം. ആയിക്കോട്ടെ നടക്കി. കാളിദാസ് അതോടൊപ്പം തന്നെ കുട്ടികളുടെ ടീച്ചറിനും MLAയുടെ കൂടെ ഒരു ഫോട്ടോ ഓ പിന്നെന്താ, ടീച്ചർ വന്നോ? പ്രത്യേകമായ അഭിനന്ദനങ്ങൾ കിട്ടിയ സാഹചര്യത്തിൽ കേട്ടോ. പഠിപ്പിച്ച മാഷുണ്ട്. മാഷ എന്തായാലും അടിപൊളിയാണ്. പിള്ളേരെ ഗംഭീരമായിട്ട് കളിച്ചല്ലേ? അതെ, ഗംഭീരമാക്കി. അതെ, MLAയുടെ സാന്നിധ്യം കൂടെ അതിഗംഭീരമായി. അതെ. MLA ഫോട്ടോ കഴിഞ്ഞിട്ട് നമുക്ക് MLAയുടെ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. അപ്പം MLA കലോത്സവ ഓർമ്മകൾ എന്തൊക്കെയാ? പണ്ട് ഏതൊക്കെ ഇനങ്ങളായിരുന്നു? ഞാൻ ഒരു കലോത്സവത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല ചെറുപ്പത്തില്. കാരണം ഞാൻ ICSE പോയി. SLC സിലബസ് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പം അന്ന് ഒരു അമ്മൂമ്മയായിട്ട് ഇതേപോലെ ഒരു വേഷമായിരുന്നു. നാടകമല്ല, ഒരു ഫാൻസി ഡ്രസ്സിൽ സ്കൂളിൽ ഫസ്റ്റ് കിട്ടി. നോർമൽ സ്കൂളിലായിരുന്നു. അതിനുശേഷം ഉപജില്ലയിൽ പോയപ്പോ കിട്ടിയില്ല. അത് വേറെന്തോ വേഷമായിപ്പോയി. ഈ അമ്മൂമ്മയായിട്ട് അഭിനയിച്ചപ്പം ഞാൻ ആ സ്റ്റേജിൽ കയറുന്ന ഭയങ്കര വിറയലായിരുന്നു. കാരണം ടെൻഷൻ കാരണം. അപ്പൊ ഇവര് വിചാരിച്ച ആക്ടിങ് ആയിരിക്കും, ഒറിജിനൽ എന്ന് പറഞ്ഞു. എനിക്ക് ഫസ്റ്റ് കറക്റ്റ് വന്നു. അപ്പൊ ഈ അന്ന് ആ വർഷം അതിന്റെ തലവർഷമാണ് നമുക്ക് ഈ 100% സാക്ഷരതയാവുന്നത്. അപ്പൊ അതാണ്
അതിന്റെ ഒരു ഇതായിട്ട് വന്നത്. അപ്പൊ അന്ന് ഫസ്റ്റ് കിട്ടി. പക്ഷെ രണ്ടാമത്തെ ഇത് വേറൊരു വേഷമാണ് എന്റെ ഓർമ്മ. അന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതിന്റെ ഒരു വിഷമം എപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കലോത്സവ ഓർമ്മകൾ. അതെ, കലോത്സവ ഓർമ്മ. പിന്നെ ബാക്കിയുള്ള സ്കൂൾ പിന്നെ ICSE തലത്തിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഒരു പാട്ടില്ലാതെ MLA പാട്ട് പാടാതെ വിടത്തില്ല. പിള്ളേര് പാട്ട് വേണ്ടേ? ഒരുപോലെ ഇവര് പാടട്ടെ. MLA ആണ് തുടങ്ങിയിട്ടുള്ളത്. MLA ആണ് താരം. അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ, കൽവിളക്കുകൾ പാതി നിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ, അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ. ഗംഭീരല്ലേ? MLA ഇനങ്ങളെല്ലാം കണ്ടോ? ഏതൊക്കെ കണ്ടു മത്സര ഇനങ്ങള്? കാണാൻ പറ്റിയില്ലെന്നല്ലേ? എന്നെ ഇവിടെ ഇതിപ്പോ എത്ര ചാനലാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നിങ്ങൾ തന്നെ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. ഒരു ചോദ്യം അല്ലേ? ഇതിലുള്ള പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ ഈ ഭാഗത്തോട്ടേ വരുന്നതായിരിക്കും. അങ്ങനെ പറയല്ലേ? അല്ലെങ്കിൽ തന്നെ MLA ഓടി നടന്നു ഞാൻ 4 മണിക്ക് ഇവിടെ വന്നേ. ഇപ്പൊ സമയത്തിനാ നോക്കിയേ പരിപാടി. അത് ശരിയാ പരിപാടി. അപ്പൊ ഇനിയിപ്പോ ഏതെങ്കിലും കാണാൻ ഞാൻ നാടകം കാണണമെന്നൊക്കെ വിചാരിച്ചു വന്നു. പക്ഷെ നിങ്ങളുടെ നാടകം കണ്ടോണ്ടിരിക്കുക. അയ്യോ, അപ്പൊ 18-ാം തീയതി വരെ കാണുമല്ലോ. ഞാനോ? പുതുപ്പള്ളി MLA അല്ല, എന്നാലും അല്ല, പുതുപ്പള്ളിക്കാര് കുറെ പേരുണ്ട്, കോട്ടയംകാരുണ്ട്. അവർക്ക് ഞാൻ കപ്പ് എടുക്കുമ്പോ ഞാൻ TV കൂടെ കാണുന്നത്. കോട്ടയം കപ്പ് എടുക്കും. മാധ്യമങ്ങളുടെ സ്വഭാവം മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് എനിക്ക് ഏറ്റവും ദൂരം. ഞാൻ പോയിക്കോട്ടെ. താങ്ക് യു. വളരെയധികം നന്ദി. പിള്ളേരെ ഒന്ന് ഊർജ്ജസ്വലനാക്കിയതിന്. ഗംഭീരമായി. ഇന്നത്തെ ദിവസം അതിഗംഭീരമായി. ടീച്ചേഴ്സും ഓഡിയൻസും എല്ലാരും ഉണ്ട്. എല്ലാരും അവരുടെ സെൽഫിയിലേക്കുള്ള തിരക്കിലാണ്. നമുക്ക് മക്കളുടെ പേരൊക്കെ ഒന്ന് ചോദിച്ചു പോകണം. സെൽഫി ഒന്ന് എടുത്തു കഴിഞ്ഞ് MLA ഒരു സെൽഫിയും കൂടെ ആണ്. താങ്ക് യു MLA. അപ്പം മക്കൾ പോലെ മംഗലം കളിക്കാർ പോലെ മംഗലം കളിക്കാർ പോലെ അവരെ കൊണ്ട് നമുക്കൊരു ആവശ്യമുണ്ട്. ഞങ്ങളെ കൂടെ പഠിപ്പിച്ചു തരണം. പിന്നെ അതെ, ആദ്യം നമുക്ക് അവരുടെ പേരൊക്കെ ഒന്ന് ചോദിക്കണം. നമുക്ക് ഇത്തിരി ഒന്ന് ബാക്കോട്ട് ഇറങ്ങിയാലോ? കുറച്ചൊന്ന് ബാക്കോട്ട് ഇറങ്ങിക്കോ. എല്ലാവരും ഒന്ന് കാണട്ടെ. ആ മോനൊക്കെ ഒന്ന് മുമ്പോട്ട് വന്നേ. അവിടെ തുടങ്ങാം. പേര് പറവാണ്. ആര്യൻ, വിഘ്നേഷ്, ആൽവിൻ, മാളവിക, കാജൽ, സനിക, അർച്ചന, അനീറ്റ, ശ്രീതു, അയന, അമ്മയ, ജിസ്ന. സാറിന്റെ പേര് സാറ് പറയണം. സതീശൻ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പിള്ളേരുടെ ഡാൻസ്? സൂപ്പറാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആഗ്രഹം. ഞങ്ങൾക്കും കൂടെ 2 സ്റ്റെപ്പ് പറഞ്ഞുതരും ഈ പിള്ളേരോടെ കളിക്കാൻ. അതെ, ഞങ്ങളുടെ എന്തായാലും പ്രായപരിധി കഴിഞ്ഞു പോയി. ഇനി കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. ഒരു ചെറിയ ആഗ്രഹം, ചെറിയ സിമ്പിൾ മതി. ഞങ്ങൾക്ക് ശരീരം മെയ്വഴക്കമില്ലാത്ത 2 പേരായതുകൊണ്ട് വളരെ ചെറിയൊരു സ്റ്റെപ്പ് കിട്ടായിരുന്നെങ്കിൽ. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ. സപ്പോർട്ട് വേണം. നിങ്ങളാണ് ഞങ്ങളുടെ ഗുരുക്കന്മാര്. അതെ. ഓക്കെ, പാട്ട് പാടുന്ന ടീം ഒന്ന്. അടിപൊളി.
അടിപൊളി. ഇത് പെട്ടെന്ന് സിമ്പിൾ സ്റ്റെപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അതെ അതെ ഞങ്ങൾ സാധാരണ മറ്റേ ടഫ് സ്റ്റെപ്പ് ഒക്കെ. അതെ അതെ. അപ്പം തൃശ്ശൂർ കപ്പ് എടുക്കും. MLA പറഞ്ഞ കേട്ടോ? MLA പറഞ്ഞ് വിശ്വസിക്കണ്ടേ? ഞങ്ങളൊക്കെ പാവങ്ങളാ. ഞങ്ങൾ പാവങ്ങളാ. എന്താ? അപ്പം തൃശ്ശൂര് കോട്ടയത്തിന് കൊടുക്കരുത്. കോട്ടയംകാരുണ്ടോ ഇവിടെ? ഈ ഭാഗത്ത് എവിടെയെങ്കിലും കോട്ടയംകാരുണ്ടോ? കോട്ടയുണ്ടോ? ഇല്ല സേഫാ. ഉണ്ടായിരുന്നു ഒരു കോട്ടയംകാർ ഇവിടെ വന്നിട്ട് പോയി. ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ. അപ്പം കപ്പ് കൊടുക്കരുതേ. ഭക്ഷണം കഴിച്ചോ? ഉച്ചയ്ക്കും കഴിച്ചു. എവിടുന്നാ കഴിച്ചേ? ഏതോ കടയതൊക്കെ. പായസം ഉണ്ടായിരുന്നോ? ഏതാ പായസം? ഏതാ? അതിനിവിടെ തർക്കമാ ഇവിടെ. പാലടയായിരുന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ആരും കുടിച്ചില്ലേ? അപ്പൊ പിന്നെ പായസം ഉണ്ടെന്ന് പറഞ്ഞത് കണ്ടിരുന്നു, കിട്ടിയില്ലെന്ന്. കണ്ടിരുന്നു, കിട്ടിയില്ല. നമുക്ക് വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പനോട് പറയാം. അതെ, പിള്ളേർക്ക് പായസം കിട്ടിയില്ലെന്ന് പറയാം. അതും സ്വർണ്ണ കപ്പ് കൈയുള്ള തൃശ്ശൂർ ജില്ലക്കാർക്ക് പായസം കിട്ടിയില്ല. അത് ശരിയാണോ? ഒരിക്കലും അല്ല. നാളെ ഇവർക്ക് പ്രത്യേകം പായസം. നമ്മുടെ കളക്ടറിനോടും പറയണം. എനിക്ക് തോന്നുന്നു കളക്ടർ കുടിച്ചു തീർത്തതായിരിക്കും. ഭക്ഷണം കഴിക്കണ്ടായിരുന്നു. അടിപൊളി. എല്ലാരും ക്യാപ്ചർ ചെയ്ത് വെക്കട്ടെ. എല്ലാരും ഒന്ന് കേട്ടോണേ. പായസത്തിന്റെ കാര്യം പറഞ്ഞു പോയ ആളാ. അതെ, ഇന്നലെ പായസം തീർന്നേക്കുന്നു. നാളെ പായസം എന്തായാലും കുടിക്കണം. ടീച്ചർമാരോടും പറയാം, ഞങ്ങളെ കൃത്യസമയത്ത് പായസം കിട്ടുന്ന ആ സമയത്ത് തന്നെ കൊണ്ടുപോകണം. നാളെ വേറെ എന്തെങ്കിലും മത്സരം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി കളക്ടർ വരുമ്പോ ചോദിക്കണം, എന്തിനാണ് ഞങ്ങളുടെ പായസം കുടിച്ചതെന്ന്. ഞങ്ങൾക്ക് പായസം കിട്ടിയില്ല, ഞങ്ങളുടെ ജില്ലയിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കണം. ജില്ല സ്വന്തം കളക്ടർ അല്ലേ? എടുത്തങ്ങ് ചോദിക്കണം, പായസം എടു മിസ്റ്റർ. അങ്ങനെ ചോദിക്കണ്ട. ഒരു ആവേശത്തിന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഓക്കെ മക്കളെ, ഗംഭീരമായി. ഓക്കെ, താങ്ക് യു ടീം. ഓക്കെ, എന്തായാലും മംഗളങ്ങളി 2 സ്റ്റെപ്പ് നമുക്കും കൂടെ വയ്ക്കാൻ പറ്റും. ഇനി ഇതേപോലെ ഒരുപാട് പഠിക്കാനുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, അടുത്ത കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി വന്നില്ല നമുക്ക്. ഇന്നലെ ഒന്നും കുച്ചിപ്പുടി വന്നില്ലായിരുന്നു, ഇന്ന് കുച്ചിപ്പുടി വന്നു. ഭരതനാട്യം കുച്ചിപ്പുടിയും തമ്മിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ എങ്ങനെ മനസ്സിലാക്കാം? രേണുകയുടെയാണ് ചോദ്യം. കോസ്റ്റ്യൂം ആണോ? ഞാൻ വേറൊരു കാര്യം പറയട്ടെ. വേറൊരു സാധനം, അതായത് ഈ ഫാൻ ഇല്ലേ, ഇതിന് ഫാൻ എന്നല്ലേ പറയുന്നത്? ഫാനൊന്നും പറയാം. അതായത് ഈ ഭരതനാട്യത്തിന്റെ നടുക്ക് സെന്ററിലാണ് വരുന്നത് അല്ലേ? ഈ ഫ്രില്ല് സെന്ററിലും മറ്റേത് സൈഡിലും ആണെന്നാണ്. അതായത് ഈ ഒരു ഇത് ഭരതനാട്യം സെന്ററിലും കുച്ചിപ്പുടി ലെഫ്റ്റിലും. അതാണ് വ്യത്യാസം. അവരെല്ലാരും ഇങ്ങനെ വാച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ, അതുകൊണ്ട് പെട്ടെന്ന് അവനെല്ലാം കണ്ടുപിടിക്കാനും അറിയാനും. ഹെയർ സ്റ്റൈൽ വ്യത്യാസം അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതൊക്കെ ഉണ്ട്. ഇത് സൂര്യൻ, ഇത് ചന്ദ്രൻ. കറക്റ്റാണോ? അമ്പിളിമാവനില്ലാത്ത കാര്യമല്ല, ഇങ്ങനെ അതുകൊണ്ട് ഉണ്ടാക്കി പറയുന്നത് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും അതിനെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മ്യൂസിക് റെഡിയാണോ? ഓക്കെ, തുടങ്ങാം. ഓക്കെ. പരിമൃത വൃത്യാനുകൂല മകില സത്യം സദബലവൃത്യന്ത മിഹ മുഹുരത്യന്തമപരിമൃത വൃത്യാനുകൂല മകില സത്യം സദബലവൃത്യന്ത മിഹ മുഹുരത്യന്തമപരിമൃത വൃത്യാനുകൂല മകില സത്യം പരിമൃത വൃത്യാനുകൂല മകില സത്യം സദാബാല. ഗംഭീരം അല്ലേ? അതെ. കുച്ചിപ്പുടി നമ്മൾ ഇന്നലെ ഒന്നും കുച്ചിപ്പുടി ഒന്നും കണ്ടില്ല. കുച്ചിപ്പുടി വന്നു. അങ്ങനെ ഓരോ ഇന്ന് പുതിയ ഇനങ്ങൾ വരുന്നുണ്ട്. മോളുടെ പേര്? ഗൗരി പാർവതി. ജില്ല? കാസർഗോഡ്. കപ്പടിയോ? ചിലപ്പോ അതിലൊരു സംശയമുണ്ടല്ലോ. ഒന്നും കൂടെ പറഞ്ഞേ. കാസർഗോഡ് കപ്പടിക്കും. ഉറപ്പ്. ആ ഉറപ്പ് വേണം. യെസ്. കഴിച്ചോ?
ഭക്ഷണം കഴിച്ചു. പായസം കുടിച്ചായിരുന്നു? എല്ലാരോടും ഞാൻ ഇതാ ചോദിക്കുന്നത്, കിട്ടാഞ്ഞോട്ടാണ്. അപ്പം പായസം കുടിച്ചു? കഴിച്ചില്ല, പുറത്തുനിന്നാണ് കഴിച്ചത്. ഇനി വേറെ ഏതെങ്കിലും ഇനങ്ങളുണ്ടോ? ഇവിടുന്ന് കഴിച്ചില്ല. ഇനി വേറെ ഏതൊക്കെ ഇനങ്ങളില്ല? ഇതേ ഉള്ളൂ, കുച്ചിപ്പുടി മാത്രമേ ഉള്ളൂ. റിസൾട്ട് വന്നോ? ഇല്ല, വന്നിട്ട് ഞാന് ഫസ്റ്റ് ക്ലസ്റ്ററിലുണ്ടായേ. അപ്പൊ കഴിഞ്ഞ പാട് വന്നിങ്ങോട്ട്. ആണോ? കഴിഞ്ഞ പാട് വന്നിങ്ങോട്ട്. അതെ. അപ്പം ഓടിച്ചാടി വന്ന് അല്ലേ? എത്രാം ക്ലാസ്സിലാ? 8ല്. ഇഷ്ടംപോലെ സമയം. 9, 10, 11, 12 കിടക്കുന്നു. കുച്ചിപ്പുടി അല്ലാതെ വേറെ ഏതെങ്കിലും ഇനങ്ങള്? ഞാൻ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിര കളിച്ചിനി. പിന്നെ ജില്ല വരെ പോയി. 4 ഉള്ളൂ. കുച്ചിപ്പുടി സ്റ്റേറ്റിലേക്ക് വന്നു. കുഴപ്പമില്ല, അടുത്ത കൊല്ലം സമയമുണ്ടല്ലോ. ഇനിയും കിടക്കുന്നു. ഇഷ്ടം പോലെ. അടുത്ത കൊല്ലം ഭരതനാട്യം, കുച്ചിപ്പുടി വന്നല്ലോ. അടുത്ത കൊല്ലം കുച്ചിപ്പുടി വരും. പിന്നെ മോഹിനിയാട്ടം അല്ലേ? ഭരതനാട്യം, മോഹിനിയാട്ടം. അത് പ്രധാനപ്പെട്ട 3 നൃത്തരൂപങ്ങളും. ഇനി വേറെ ഏതെങ്കിലും ഇനം പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? സമയമുണ്ട്, നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു ഇനം പുതിയതായിട്ട് ഡാൻസ് ഐറ്റം, അതെങ്കിലും പുതിയൊരു നൃത്തരൂപം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? കേരള നടനം പഠിക്കാം. കേരള നടനം. അതല്ലാതെ ഇപ്പം നമ്മള് കഥക്കുണ്ട്, ഒഡീസി ഉണ്ട്, ഇങ്ങനെ കുറെ ഉണ്ടല്ലോ. ഏതെങ്കിലും ചുമ്മാ ഒന്ന് പഠിച്ചു നോക്കാൻ അതിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? കഥക്ക് നല്ല രസം കാണാനല്ലോ. കാണാൻ നല്ല രസമാണ്. ഭയങ്കര പണിയാണ്. പക്ഷെ കഥക്ക് നല്ല പാങ്ങുള്ളതാണ്. നല്ല പാങ്ങുണ്ട്. ഇന്നലെ കണ്ണൂരുകാർ വന്നപ്പോ ഞാൻ ഈ കാസർഗോഡ് എടുത്തിട്ട് പ്രയോഗിച്ചു. അവര് പറഞ്ഞു ലാംഗ്വേജ് മാറിപ്പോയി ചേട്ടാ, ഇത് കാസർഗോഡാണ്. ഇന്നിപ്പോ കാസർഗോഡ് വന്നു. അതെ, അപ്പൊ കാസർഗോഡ് നല്ല പാങ്ങുണ്ട്. നല്ല പാങ്ങുണ്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമ്മളൊരു ചെറിയ ഗിഫ്റ്റും കൂടെ ഉണ്ട്. കേരള സാൻഡൽ സോപ്പിന്റെ ചെറിയ ഗിഫ്റ്റും കൂടെ ഉണ്ട്. അതെ, ഗൗരി പാർവതിക്ക്. കാസർഗോഡേക്ക് കപ്പും കൊണ്ട് പോവാ. വേറെ ഫ്രണ്ട്സ് ഒക്കെ അവർക്കൊക്കെ എ ഗ്രേഡ് ഉണ്ടോ? കുറെ ആൾക്ക് എ ഗ്രേഡ് ഉണ്ട്. കാസർഗോഡ് അത്യാവശ്യം എ ഗ്രേഡ് എത്തിയിട്ടുണ്ട്. പോരാ, ഇനിയും വേണം. അപ്പൊ ബാക്കിയുണ്ട്, കുറെ ബാക്കിയുണ്ട്. അപ്പൊ സമയമുണ്ട്. രണ്ടാമത്തെ ദിവസം ആയല്ലേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് ചെറിയൊരു ഇടവേള വേണം. നമുക്ക് പെട്ടെന്ന് ഒരു വേദിയിലേക്ക് പോവാം. അപ്പോഴേക്കും നമ്മൾ അടുത്ത ആളുമായി നമ്മളിവിടെ റെഡിയായി. അങ്ങനെ നമ്മുടെ അടുത്ത ഇനം ഇവിടെ തയ്യാറാണ്. കുട്ടികൾ തയ്യാറാണ്. നമുക്ക് നേരെ ആ തിരുവാതിരയിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് അവരുടെ വിശേഷങ്ങൾ. യെസ്, തുടങ്ങിക്കോ. ദേവഗംഗയാകും പമ്പ തീരത്താറെ
തിരുവാറന്മുളദേശം ദേവദേവൻ വാണരുളും പുണ്യമാദേശം തതേതാം ചുറ്റുമതിലതിനകം തിത്തേതകതേതോ ചുറ്റുമതിലതിനകം ഏറ്റവും വിശാലമായ ഉത്തമ ഗോപുരങ്ങളും ആനക്കൊട്ടിലും തേതേ ഉത്തമ ഗോപുരങ്ങളും ആനക്കൊട്ടിലും തിരുവാറന്മുള വാഴും നരനാരായണൻ പാദം കരുതി കൈവണങ്ങുന്നീ ദുരിതം പോകാൻ തേതേ കരുതി കൈവണങ്ങുന്നീ ദുരിതം പോകാൻ തേതകതേതേതകതേതേതോം തിത്തിത്താരാതിത്തേതകതേതേതോം 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 വേദങ്ങൾ വീണ്ടെടുത്ത വേദപ്പൊരുളാകിയ ദേവനാരായണനേകുന്നു മംഗളം ദേവകി സുതദേവ ശ്രീവാസുദേവ കൃഷ്ണ രാധാസമേതാ നിനക്കേകുന്നു മംഗളം രാധാസമേതാ നിനക്കേകുന്നു മംഗളം. കൊള്ളാല്ലേ? ആദ്യത്തെ തിരുവാതിരകളെ ഞാൻ ഓർത്തത്. സാധാരണ ധനുമാസത്തിലല്ലേ തിരുവാതിര വരിക? അതെ അതെ. കഴിഞ്ഞ മാസം ധനു. ഇപ്പൊ ഏത് മാസം? ഇപ്പൊ കഴിഞ്ഞത് ഏത് മാസം? ഡിസംബറാ? മലയാള മാസം. എനിക്ക് മാറിപ്പോയി. എനിക്ക് മലയാള മാസം. സാധാരണ ധനുമാസത്തിലല്ലേ തിരുവാതിര? ഇപ്പൊ ഏതാ മലയാള മാസം? മകരം. അതെന്തുകൊണ്ട് മകരം? എന്തുകൊണ്ട് മകരമില്ലേ? അതിന് ഉത്തരവില്ല. ഏതാ ജില്ല? ഏതാ? പത്തനംതിട്ട. ഞാൻ കൈകാര്യം ചെയ്യാം. ഞാൻ പത്തനംതിട്ടക്കാരിയാണ് കേട്ടോ. പത്തനംതിട്ട എവിടാ? സ്ഥലം കിടങ്ങന്നൂർ. ആറന്മുളക്കാരാണല്ലേ? ഓക്കെ. എല്ലാവരും എത്രാം ക്ലാസ്സിലാ? ഞാൻ +1 +2. നമുക്ക് അവിടുന്ന് പേര് ചോദിച്ചു പോയാൽ. അനങ്ക പ്രദീപ്, ശ്രീപാർവതി, അമൃത രാജീവ്, അനഘ, നന്ദന, സനുഷ, ഷാനിയ, ആതിര, അനഘ, അരുണിമ. കൊള്ളാം. ഏതാ ക്ലാസ് ഏതായിരുന്നു പറഞ്ഞത്? +1 +2. പത്തനംതിട്ട ചോദിക്ക്. പത്തനംതിട്ട കപ്പെടുക്കും. എടുക്കണമെന്ന് പറഞ്ഞു. കോൺഫിഡൻസ് പോരാ ആയതുകൊണ്ട് പത്തനംതിട്ട ഒരു ഊർജ്ജം ഒന്ന് കാണിച്ചേ. കൂടെ അവന് കാത് പൊട്ടുന്ന അത്രയും കേൾക്കണം പത്തനംതിട്ടയുടെ ഊർജ്ജം. അത് കാര്യാക്കണ്ട. ഓക്കെ. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? നല്ല കോമ്പറ്റീഷൻ ആയിരുന്നോ? റിസൾട്ട് വന്നോ? വന്നിട്ടില്ല. ഓക്കെ. വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? സിംഗിൾ ഇനങ്ങൾ ഏതെങ്കിലും ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? കഥാപ്രസംഗം. എപ്പോഴാ കഴിഞ്ഞോ? നാളെയോ? രാവിലെ ആയിരുന്നു. എന്തായിരുന്നു അതിന്റെ തീം? എന്തുവായിരുന്നു? മൈക്കലാഞ്ചലോ ചിത്രകാരൻ. അതെ. എന്നിട്ട് റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ഉണ്ട്. പത്തനംതിട്ടയ്ക്ക് ഒരു എ ഗ്രേഡ് ഉണ്ട്. നല്ലതാ. കോഴിക്കോടുകാരെ കാത് തുറന്ന് കേൾക്കുക. കോഴിക്കോടുകാർക്ക് എ ഗ്രേഡ് കിട്ടുന്നുണ്ടല്ലോ. എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടട്ടെ. പക്ഷെ കപ്പ് കോഴിക്കോട് കൊണ്ടുപോകും. പത്തനംതിട്ട കൊണ്ടുപോകും കപ്പ്. കൊണ്ടുപോകും. ചരിത്രം മാറ്റി എഴുതാൻ ആരെയും കൊണ്ടും പറ്റും ദാസ. കേട്ടോ? എഴുതിയോ? അപ്പൊ നമുക്ക് ഇവർക്കൊരു ചെറിയ സമ്മാനം കൊടുത്താലോ? കേരള സാൻഡൽ സോപ്പിന്റെ ഒരു ഗിഫ്റ്റാണ് തിരുവാതിര കളിക്ക് നമ്മൾ കൊടുക്കുന്നത്. പാസ് ചെയ്ത് അങ്ങോട്ട് പോണേ. എല്ലാരും കഴിച്ചായിരുന്നു? ഭക്ഷണം കഴിച്ചില്ല? പരിപാടി കഴിച്ചിട്ടാണോ കയറിയത്? ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നു. ഇനിയിപ്പം നേരെ കഴിക്കാൻ പോവല്ലേ? ഇനി വേറെ എന്തെങ്കിലും ഇനങ്ങൾ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ? ഇല്ല. തിരിച്ചു പോകണം. എവിടാ നിങ്ങളുടെയൊക്കെ താമസമൊക്കെ? എവിടാ? അടുത്ത് തന്നെയാണോ? ഇവിടെ കോൺവെന്റ് സ്കൂള്. ഓക്കെ. അപ്പൊ ഇനി ഇവർക്ക് ഭക്ഷണം കഴിക്കണം അല്ലേ? പത്തനംതിട്ട കപ്പ് കൊണ്ടുപോകുന്നു പറയുന്നു. കൊണ്ടുപോകുമല്ലേ? ഓക്കെ. അപ്പൊ ഇനിയും വരിക. സ്കൂളിലെ ബാക്കിയുള്ള കുട്ടികളെ നമ്മുടെ വേദിയിലേക്ക് പറഞ്ഞുവിടാം അല്ലേ? അതെ. കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ കുറെ എണ്ണത്തിൽ മത്സരിക്കുന്നില്ലേ? അതിലൊക്കെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയണം കേട്ടോ. ഓക്കെ. അപ്പം അതാണ്. അതെ. തിരുവാതിര. നമ്മുടെ വേദിയിൽ തിരുവാതിര വന്നു. ഇനി ഏതൊക്കെ വരാനുണ്ട്? ഇനി അടുത്തത് നമുക്ക് മിമിക്രി അല്ലേ? അല്ല, അടുത്തത് ഏതാ ചേച്ചി? അടുത്തത് മിമിക്രി ആണോ? യെസ്. എത്ര പേരാണ് മിമിക്രി? 3 പേര്. 4 പേര് മിമിക്രി ആണോ?
ഒരേ സ്കൂളിൽ നിന്നാണ്. ഏതൊക്കെ, അതായത് ഓരോ വിഭാഗങ്ങളായിരിക്കും അല്ലേ? ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി. അപ്പൊ ആരൊക്കെയാ ഹൈസ്കൂൾ, ആരൊക്കെയാ ഹയർ സെക്കൻഡറി? ആ, ഞാൻ HS ബോയ്. HS ഗേൾ. അത് HS ബോയ്, ഇത് അല്ല HSS ബോയ്, HSS ഗേൾ. ഇനി പേരുകളൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു. എന്റെ പേര് ശ്രീരാജ്. എന്റെ പേര് ആരാധ്യ. എന്റെ പേര് ആനന്ദ്. സുകൃത. ഈ നമ്മുടെ 4 പേരുടെയും മാസ്റ്റർ പീസ് ആയിട്ടായിരിക്കണം. അതായിരിക്കും. ഓക്കെ, ഇവിടെ തുടങ്ങാം. ഞാൻ മെസ്സി വരുമ്പോ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കുന്നുള്ളതാണ് എന്റെ കാര്യം. ഷയു ദാമോദരൻ. നിങ്ങളിത് കാണുവാൻ ഗഡികാരം നിലയ്ക്കുന്ന സമയം ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തുകയാണ്. സർവ്വജനാചരങ്ങളും മെസ്സിയെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ബിഗ് ബോസ് സമയം ടോപ്പിലെ 8:30. മെസ്സി കളിക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അനീഷ്, എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? സുപ്രഭാതം ബിഗ് ബോസ്. മെസ്സി കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. വേടൻ. വണക്കം 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 മക്കളെ വണക്കം. കൊല്ലമ്മ കുറഞ്ഞല്ലേ പറ്റത്, കണ്ണിന്റെ പെട്ടത്, കരയല്ല കടലിനെ കണ്ടത്, കടലിന്റെ മക്കളോ കടലിന്റെ. സഞ്ജു സാംസൺ. അതെ ചേട്ടാ, ഫുട്ബോളായാലും ക്രിക്കറ്റ് ബോള് ഞാനായാലും മെസ്സി ആയാലും അങ്ങനെ തന്നെ ചേട്ടാ. ബോള് കണ്ട അടിച്ച് വിടും. ഞാൻ ശിവാംഗി, പാട്ടുകൾ ശിവാംഗി. ഞാൻ അമ്മയുടെ അടുത്ത് അത്ര സംസാരിക്കാറില്ല. ഞാൻ കൂടുതൽ സംസാരിക്കാറ് പ്രേതങ്ങളുടെ അടുത്താണ്. കാരണം പ്രേതങ്ങളാണ് എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അടുത്തത് നാഗസേനന്തി. പിന്നെ ബൗസ്വാമി എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായി നൃത്തം ചെയ്യും ബൗസ്വാമി. എന്ത് മനോഹരമായ ദിനങ്ങളായിരുന്നു അത്. മൊട്ട രാജേന്ദ്രൻ. ബാബുസ്വാമിയാണ് മെയിൻ. അതെ അതെ അതെ. എന്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണപ്പാളി തട്ടിപ്പ് ആണോ? സമകാലിക വിഷയങ്ങൾ എടുത്തിരിക്കുന്ന കുട്ടികൾ. ഇന്ന് രാവിലെ നമ്മളോട് നമ്മുടെ സുനിലേട്ടൻ പറഞ്ഞത്, അതെ അതെ, ജെൻസി ചെറിയ മറ്റേ ചെത്തുവിളപ്പന്നല്ല, അവരെന്തും പറയും. അവർക്ക് എന്ത് പറയാനുള്ള ധൈര്യം. എന്താ പറയുന്നത്? ആ വിഷയത്തില് ഗോപൻ സാറും വെള്ളാപ്പള്ളി നടേശൻ സാറും ഒരു ചെറിയൊരു കോൺവെർസേഷൻ. കേരളത്തിലത് ഹിന്ദുപക്ഷ ചിലയിടത്ത് സ്വർണം ദോഷൽ, ചിലയിടത്ത് സ്വർണ്ണക്കടത്ത്. ഹിന്ദു ആരുമൊത്തും പ്രതികരിക്കാത്തത് സാമയെ തെറവയപ്പ. എന്താന്ന് വെച്ചാ ഞങ്ങൾക്ക് കൂടി എന്തെങ്കിലും തരണമെന്നാണ് ഉദ്ദേശിച്ചത്. അടുത്തായി ജനാർദ്ദനൻ തുടരും സ്റ്റൈലിൽ. ഭീഷ്മവർവൻ BGM. ഗംഭീരല്ലേ? എത്ര എണ്ണോ ഈ തൊണ്ടയിലുള്ളത്? അതെ, ഞാനത് വിചാരിച്ചത്. അപ്പൊ അടുത്ത മോളെ, അത് എന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ദൃശ്യം 3 ബേസ് ചെയ്തിട്ടാണ്. മുമ്പ് ജിത്തു ജോസഫ് കേൾക്കണ്ട. അതെ അതെ. അപ്പോ ആദ്യമായിട്ട് ജനാർദ്ദനനാണ്. അടുത്തത് ഒരു നാസിക് ഡോളാണ്. அடுத்தது கோவை சரளா. ഈ കോവൈസറിലെ തൃശ്ശൂരുകാരിയാ, മരത്താക്കര. അതാണ്. അപ്പൊ അവരുടെ 4 മാസ്റ്റർ പീസ് ആണ്. ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് പ്രേക്ഷകരോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് പിള്ളേര്? എങ്ങനെയുണ്ട്?
പൊളപ്പനല്ലേ? അല്ലെ പൊളപ്പൻ പിള്ളേരതൊക്കെ എന്തുട്ട് സെറ്റപ്പ് പിള്ളേര്. അതെ. അപ്പം നമുക്ക് നമ്മുടെ സാൻഡൽ സോപ്പ് സ്കൂൾ ഇനി വേറെ ഏതെങ്കിലും ഇനങ്ങളുണ്ടോ? സ്കൂളിൽ ഇനിയും ഇനങ്ങൾ വരാനുണ്ട്. ഞങ്ങൾ വരുന്നത് BSS ഗുരുകുലം ആലത്തൂർ സ്കൂളിൽ നിന്നാണ്. ഗുരുകുലം BSS ഗുരുകുലം പാലക്കാട് ഗുരുകുലം മുമ്പിലാ. അതെ. ഞങ്ങളിപ്പോ 13ാമത്തെ തവണയും നമ്മൾ കപ്പെടുക്കും ആ ഒരു മൈൻഡിലാണ്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എല്ലാ വർഷവും ഓരോ മുദ്രാവാക്യം കൊണ്ടാ വരിക. ഇത്തവണ ആനന്ദമാണ് കല, ആനന്ദമാണ് ജീവിതം. ഇത്തവണ ആ മുദ്രാവാക്യം എവിടെങ്കിലും മുഴക്കിയോ? വരുന്ന വഴിക്ക് മുഴക്കിയിട്ടില്ല. കപ്പ് വാങ്ങിയിട്ട് നമുക്കൊരു എക്സ്ക്ലൂസീവ് കൊടുക്കണം. ഒരു എക്സ്ക്ലൂസീവ് എല്ലാവരും കൂടെ. ബിഗ് ബ്രേക്കിംഗ്. ആനന്ദമാണ് കല, ആനന്ദമാണ് ജീവിതം. ആനന്ദമാണ് കല, ആനന്ദമാണ് ജീവിതം, ആനന്ദമാണ് മതം. അതാ അവരുടെ ഈ കൊല്ലത്തെ മുദ്രാവാക്യമാണ്. കൊല്ലത്തെ BSS ഗുരുകുലം കപ്പും കൊണ്ട് പോകുമ്പോഴുള്ള മുദ്രാവാക്യമാണ്. നമുക്ക് എന്തായാലും നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഇനി പാലക്കാട് കപ്പ് കൊണ്ടുപോവോ? ഓഫ് കോഴ്സ്. അപ്പൊ നമ്മുടെ സോപ്പ് പാലക്കാട് കപ്പ് കൊണ്ടുപോകുന്നു പറഞ്ഞതുകൊണ്ട് സോപ്പ്. അതെ, കേരള സാൻഡൽ സോപ്പ്. കോൺഫിഡൻസോടെ പറയുന്നവർക്കേ ഞങ്ങൾ സോപ്പ് കൊടുക്കുന്നുള്ളൂ. സാൻഡൽ സോപ്പ് കോൺഫിഡൻസിനാണ് വാല്യൂ. പ്രത്യേകിച്ച് ഒരു മുദ്രാവാക്യമൊക്കെ മുഴക്കുന്നുണ്ട്. അതാണ് അവരുടെ മുദ്രാവാക്യം. ഗുരുകുലവും കപ്പും കൊണ്ടേ പോകും, പാലക്കാടും കപ്പ് കൊണ്ടുപോകും, ഗുരുകുലം സ്കൂളിലുള്ള കപ്പും കൊണ്ടുപോകും. പാലക്കാടിന്റെ ചിറകിലേറി പാലക്കാടിന്റെ കപ്പ് കൊണ്ടുപോകും. നല്ല ക്യാപ്ഷൻ ഒക്കെ അല്ലേ നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റുക. ഓൺലൈൻ ടീം ശ്രദ്ധിക്കുക, ഇടാൻ പറ്റിയ ക്യാപ്ഷൻ അമ്മ ഞങ്ങൾ തരുന്നതല്ല, കുട്ടി തന്നെ തന്നിട്ടുണ്ട്. ഗുരുകുലത്തിന്റെ സ്വർണ്ണ ചിറകിലേറി പാലക്കാട് കപ്പ് നേടും. ഓ അത് മതി, സെറ്റ്. അതെ. അപ്പൊ അവരുടെ മുദ്രാവാക്യം കേട്ടു, അവരുടെ വിശേഷങ്ങളും കേട്ടു. കഴിച്ചിട്ടല്ലേ പോകത്തുള്ളൂ. ഇന്നിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി അത് കഴിഞ്ഞു. എ ഗ്രേഡ് ഉണ്ട്. ഈ മിമിക്രിക്ക് എല്ലാവർക്കും എ ഗ്രേഡ്. അതെ. അപ്പം പാലക്കാട് ഗുരുകുലത്തിന് 4 എ ഗ്രേഡ് ഇന്ന് മാത്രം. ഇഷ്ടംപോലെ മത്സരങ്ങൾ വരുന്നു, കുറെ എ ഗ്രേഡ് വരും. പിന്നെ ഗുരുകുലത്തിന്റെ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് അനൂപ് അക്കിക്കാവ് എന്ന് പറഞ്ഞ തൃശ്ശൂരിലെ സാറിനെയാണ്. സാറിന്റെ കൂടി പരിശ്രമം കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും. തൃശ്ശൂരാണോ? അപ്പൊ സാറിനോട് ചോദിച്ചാൽ തൃശ്ശൂര് കപ്പ് തരത്തില്ലെന്ന് പറയുമല്ലോ. അങ്ങനെ പറയത്തില്ലല്ലേ? നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറയോ? സാറിനോടൊന്ന് ചോദിച്ചു നോക്കണേ. സാറേ പാലക്കാടിന് കപ്പ് കിട്ടത്തില്ലേ സാറേ? അപ്പൊ സാറ് പറയും കപ്പ് കിട്ടൂടാ, പക്ഷെ തൃശ്ശൂർ തന്നെ കപ്പ് ഉണ്ടാവും. അതാണ് സാറ് സ്വപ്നങ്ങളിൽ മാത്രമൊന്ന്. അതെ. അപ്പൊ സാറിനോടൊന്ന് പറയണേ ഇത്. സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ സാറേ പാലക്കാട് പിള്ളേര് ഗുരുകുലത്തിലെ പിള്ളേര് കപ്പ് കൊണ്ടുപോകാന്നാണ് പറയുന്നത്. സാർ അതിന് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് മറ്റു വേദിയിലേക്ക് ഒന്ന് പോയി വരാം. അപ്പോഴേക്കും അടുത്ത ആളെ നമുക്ക് ഇവിടെ റെഡിയാക്കി അല്ലേ? കഷ്ടമിന്റെ പുത്രന്മാരും ബദാളും ശ്രീഷ്ടപേശ്വര നിന്റെ മുൻപിലല്ലോ 10,000-ൽ പരം ഭാര്യമാർ പുത്രന്മാരും ചേർന്ന നിനക്കില്ലല്ലോ പുത്രദുഃഖം. കീർത്തനീയനു കഷം നിന്റെ നാട്യം. ബ്രാഹ്മണപുത്രനെ രക്ഷിച്ചിടാൻ സാധിച്ചിടാതെ പാർത്ഥനാൾ. ബ്രാഹ്മണപുത്രനെ രക്ഷിച്ചിടാൻ സാധിച്ചിടാതെ പാർത്ഥനാൾ. ദുഃഖിതനായി പ്രതിജ്ഞയോർത്തുടനപ്പോൾ തീകുണ്ടത്തിൽ ചാടാനൊരുങ്ങി നിൽക്കുന്നേരം വന്നിതു മാധവൻ. അന്നേരം പാർത്ഥന്റെ കൈകൾ പിടിച്ചു തടഞ്ഞു ചൊന്നാൻ സാഹസം കാട്ടുവതെന്തു സഖേ ഞാനില്ലയോ തവ തോഴനായി. സാഹസം കാട്ടുവതെന്തു സഖേ ഞാനില്ലയോ തവ തോഴനായി. ചാടരുതേതും നമുക്കുടൻ കൊണ്ടിങ്ങു പോരാം. വൈകുണ്ഠത്തിൽ ചെന്നു തിരഞ്ഞു ഭഗവാന്റെ കൂടെ ഇരിക്കും കുമാരനെ കണ്ടെത്തി ദുഷ്ടരായി തീർന്നല്ലോ രണ്ടുപേരും. ഒരു കുണ്ഠത കൂടാതെ കൊണ്ടുപോന്നു സത്യം ജയിക്കട്ടെ എന്നുമെന്നും. ജയ ജയ രാമചന്ദ്ര ജാനകി പദേ. ജയ ജയ രാമചന്ദ്ര ജാനകി പദേ. ജയ ജയ രാമ
രാമചന്ദ്ര നാരായണ പാപഹര പാരായണ ജഗദീശ നാരായണ പാപഹര പാരായണ ജഗദീശ പാരാവാര ശായിന്ദേവ പാരാവാര ശായിന്ദേവ നാരദാരി മുനിഗേയ നാരദാരി മുനിഗേയ ജയ ജയ രാമചന്ദ്ര ജയ ജയ രാമചന്ദ്ര ജയ ജയ രാമചന്ദ്ര ഓക്കെ. യെസ്, അടുത്തത് നമുക്കൊരു മൃദംഗമാണ്. അതെ. അല്ലേ? മോന്റെ പേര്? സൂരജ്. ജില്ല? പത്തനംതിട്ട. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിപ്പിക്കാൻ വെച്ചത്. കപ്പടിക്കോ? കപ്പടിക്കും. എന്നാ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ? പത്തനംതിട്ടയുടെ ഊർജ്ജം ഇതിൽ കാണിക്കണം കേട്ടോ. ഓക്കെ. തകർത്തല്ലേ? അതെ അതെ. പത്തനംതിട്ടയുടെ എനർജി മൊത്തം ഉണ്ടായിരുന്നല്ലേ? അതെ. ഇനി വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? ഇത് മാത്രമേ ഉള്ളൂ. റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ഉണ്ട്. കൺഗ്രാറ്റ്സ്. അപ്പൊ ഇനി കപ്പും കൊണ്ട് പോവുക. പത്തനംതിട്ടയ്ക്ക് ഇപ്പൊ നമ്മുടെ അറിവിൽ 2 എ ഗ്രേഡ് ആയിട്ട്. ആദ്യം ഒന്ന് ചെറുതായിട്ട് ശബ്ദം കുറയപ്പോഴേ അമ്മയ്ക്ക് ചെറിയ വിഷമായി. ഫുൾ ശബ്ദമായില്ലേ? പക്ഷെ അച്ഛനാണേലേ അത്രയും ശബ്ദത്തിനിടയിൽ കണ്ണടച്ച് കേൾക്കുക മോൻ അടിക്കുന്ന താളം. ഞാനത് രണ്ടും കൂടെ നോട്ട് ചെയ്തത്. രണ്ടുപേരും എന്തായാലും തകർത്തു. താങ്ക് യു. അപ്പൊ നമ്മുടെ ഒരു ഗുരുനാഥൻ ആനടി വികാസ് ബി കൃഷ്ണനാണ് സാറാണ് എന്നെ അതെ പഠിപ്പിച്ചതല്ലേ? അമ്മ അച്ഛനും. അച്ഛൻ കലാകാരനാണ്. അതെ അല്ലേ? വാദ്യ കലാകാരനാണ്. ഓ, അപ്പൊ എന്തായാലും ഗംഭീരമായി. നമ്മുടെ ഒരു സമ്മാനമുണ്ട്. മെല്ലെ എണീറ്റോ? റെഡിയാണോ? സമ്മാനത്തിന്റെ റെഡിയാണോ? ആണോ? നമുക്കതിലേക്ക് പോവാം. ഓക്കെ, നമുക്കെന്നാ അടുത്തൊരു ടീമിലേക്ക് കയറേണ്ടതുണ്ട്. ഏതാ കളിദാസ? മംഗലംകളി. മംഗലംകളി ഇങ്ങോട്ട് ആയോ? ജില്ല ഏതാ? ജില്ല ആലപ്പുഴ. അതെ. ഓക്കെ, ഫുൾ ടീമും വന്നോ? മംഗലംകളി വായോ? അപ്പം ജില്ല ആലപ്പുഴ എന്നാണല്ലേ?
വന്നോ? റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ഉണ്ട്. ആലപ്പുഴ കപ്പ് കൊണ്ടുപോവോ? ഓക്കെ. അപ്പം നമുക്ക് എന്നാ മെല്ലെ പരിപാടിയിലേക്ക് കിടക്കാം. ചേട്ടന്മാരെ ഒന്ന് പുറകോട്ട് നിന്നാൽ നമ്മുടെ പിള്ളേർക്കൊന്ന് കുറച്ച് സ്ഥലം കിട്ടും. അപ്പൊ പിള്ളേർക്കും കുറച്ചൊന്ന് ബാക്കോട്ട് നിൽക്കാം. എല്ലാരും കുറച്ചൊന്ന് ബാക്കോട്ട് നിന്നേ. നമുക്ക് കുറച്ചധികം സ്ഥലം വേണം. നമുക്ക് ഈ റെഡ് കാർപ്പറ്റ് വരെ ഇവർക്ക് കളിക്കാനുള്ളൊരു സ്ഥലമായിട്ടാണ്. അപ്പം ആരാ പാടുന്നു? ആരാ പാടുന്ന ആളാ? ഉണ്ട്, മൈക്കുണ്ട്. അത് ഇച്ചിരി കൂടെ നീങ്ങി ബാക്കിലോട്ട്. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് വേണ്ടി കുറച്ചുകൂടെ നീക്കോ. പാടുന്ന മോൾ ഇങ്ങോട്ട് നിന്നോ. ഇങ്ങോട്ട് ക്യാമറയ്ക്ക്. നിങ്ങൾക്ക് ഈ റൗണ്ട് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? തുടങ്ങാം. ഓക്കെ. ബോഞ്ചി മരട്ടുണ്ട് ഗേലൂര് കുടുപ്പാലേ ബുക്കാലെ ബോഞ്ചി മരട്ടുണ്ട് ഗേലൂര് കുടുപ്പാലേ ബോഞ്ചി മരട്ടുണ്ട് ഗേലൂര് കുടുപ്പാലേ ബുക്കാലെ ബോഞ്ചി മരട്ടുണ്ട് ഗേലൂര് കുടുപ്പാലേ ബുക്കാവം മാരട്ടുണ്ട് ഗേലൂര് കുടുപ്പാലേ ബുക്കാലെ ബോഞ്ചി മരട്ടുണ്ട് ഗേലൂര് കുടുപ്പാലേ ബുക്കാവം മാരട്ടുണ്ട് ഗേലൂര് കുടുപ്പാലേ ബുക്കാലെ ബോഞ്ചി മരട്ടുണ്ട് ഗേലൂര് കുടുപ്പാലേ കുക്കുത്ത മരട്ടുണ്ട് ഗേലൂര് കുടുപ്പാലേ ബുക്കാലെ ബോഞ്ചി മരട്ടുണ്ട് ഗേലൂര് കുടുപ്പാലേ ബുക്കാവം മാരട്ടുണ്ട് ഗേലൂര് കുടുപ്പാലേ ബുക്കാലെ ബോഞ്ചി മരട്ടുണ്ട് ഗേലൂര് കുടുപ്പാലേ ചിച്ചിക്കിണ്ട ലൂര് കുടുപ്പാലേ ആ ചിച്ചിക്കിണ്ട ലൂര് കുടുപ്പാലേ ഇതിനകത്തെ ഈയാന്നൊരു ശബ്ദമില്ല. അതെന്തത്? കൂടെ പറഞ്ഞാലോ? ഓഡിയൻസ് ഒക്കെ കേട്ടാണോ? എല്ലാവർക്കും കൂടെ പറഞ്ഞാലോ? പറയാം. ഒന്നും കൂടെ ഓഡിയൻസിന് കേൾക്കണം. അപ്പൊ തുടങ്ങിയാലോ? ഒന്നേ നമുക്കത് ഒന്നുകൂടെ പറയാം. ഗംഭീരമായി. അപ്പൊ ആലപ്പുഴയിലേക്ക് കപ്പം കൊണ്ടല്ലേ പോകത്തുള്ളൂ. വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? നമുക്ക് അവരുടെ പേരൊന്ന് ചോദിച്ചോ. മിത്ര, അരുണിമ, ശ്രേയ, ഗൗരി, അക്ഷര, നിമിഷ, പ്രാർത്ഥന, കൃഷ്ണപ്രിയ, ആരതി, ശ്രദ്ധ. കുഞ്ഞുതാരം. എന്താ മോടെ പേര്? എന്തിയ ചെണ്ട? എന്തിയ നേരത്തെ ഒരു ചെണ്ട ഉണ്ടായിരുന്നല്ലോ. അതാ ചേട്ടൻ കൊണ്ടുപോയത്. ഒന്ന് കൊട്ടി കാണിച്ചേ. പൊട്ടിക്കേ നോക്കട്ടെ. എങ്ങനുണ്ട് കുഞ്ഞിന്റെ കൊട്ടാൻ? കൊള്ളാല്ലേ? അതെ, കുഞ്ഞു കലാകാരി, വളർന്നു വരുന്ന കലാകാരി. ഇനിയുള്ള സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ മോള് കാണും. മോളുടെ പേര്
ദക്ഷിണ. ഓക്കെ, അപ്പൊ അടിപൊളിയായി അല്ലേ? മംഗലംകളി, രണ്ടാമത്തെ മംഗലകളിയാ. അടിപൊളിയായി. ആലപ്പുഴയുടെ മംഗലംകളി, ആലപ്പുഴയിൽ നിന്നുള്ള മംഗലംകളി. അതെ, ഇനി കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. കപ്പടിക്കുമല്ലേ ആലപ്പുഴ? ഒന്ന് എനർജി പറഞ്ഞേ. ആ, അപ്പം ഓക്കെ. അപ്പൊ ഏത് ജില്ല കപ്പടിക്കും? സംശയമായി. ആലപ്പുഴയോ കോഴിക്കോട്? ഒന്ന് പറയാമോ തൽക്കാലത്തേക്ക്? തൃശ്ശൂര് ഇല്ല, ഒരു ജില്ലയില്ല. ആലപ്പുഴ. മോളെ ഏതാ ജില്ല? ആലപ്പുഴയാണോ കപ്പടിക്കുക? ഉറപ്പാണോ? ഒരു ദിവസത്തേക്ക് ഒന്ന് തന്നൂടെ? അരമണിക്കൂർ വാടകയ്ക്ക് തരുമോ? അപ്പം അടിപൊളിയായി. കളേഴ്സ് അതിന്റെ ഇടയ്ക്ക് ഇതിനകത്ത് ഒരു കുട്ടി ഷോക്കേറ്റ് കുട്ടി ആരായിരുന്നു? എന്തായിരുന്നു പറ്റിയത്? അത് ഞാൻ പാട്ട് പാടാൻ കയറുന്ന സമയത്ത് താഴെ വയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കൂടെ എളുപ്പം കരണ്ട് എത്ത് അപ്പോഴേ ബോധം പോയി. എന്തെങ്കിലും മാനുഷിക ശക്തികൾ? അതെ, മിന്നൽ മുരളി. മോളുടെ പേരെന്താ? മിന്നൽ പ്രാർത്ഥനയാണോ? സ്കൂളിലെ മിന്നൽ പ്രാർത്ഥന ആണോ? ഓ, കളരിപ്പയറ്റ്. അതെ, അനിയത്തിയാണ്. പ്രാർത്ഥനയുടെ അനിയത്തി ദക്ഷിണ. ആ, മിന്നൽ ദക്ഷിണ. മിന്നൽ പ്രാർത്ഥനയുടെ അനിയത്തി ദക്ഷിണ. അപ്പം അടിപൊളിയായില്ലേ? ആലപ്പുഴയുടെ പിള്ളേര് കപ്പം കൊണ്ടുപോകും. ഓക്കെ, താങ്ക് യു. അപ്പം ഇനി അടുത്ത് ആരാ? വാദ്യ കലാരൂപം. അടുത്ത ഒരു വാദ്യ